കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നമ്മുടെ സബ് ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവത്തിലേക്ക് കടക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അതിമനോഹരമായിട്ടുള്ള ഈ ഒരു കവാടവും പാചകപ്പുരയുടെയും ഉദ്ഘാടനം നടക്കുന്നുണ്ട്. അതിലേറെ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പായസം ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. വളരെ സന്തോഷപ്രദമായ ദിവസമാണ്. ഇപ്പോൾ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്, എങ്കിലും അതിനുള്ള സമയമില്ല. എങ്കിലും വളരെ കുറഞ്ഞ സമയത്തിൽ നമ്മുടെ ഈ കഴിഞ്ഞ SSLC പരീക്ഷയിൽ നമ്മുടെ സ്കൂളിൽ ഏറെ നേട്ടമാണ് കൈവരിച്ചത്. അതിൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് ഞാൻ ആദ്യമേ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ PTA, SLC, MBT അംഗങ്ങൾ, രക്ഷകർത്താക്കൾ, കുട്ടികൾ എല്ലാവർക്കും നന്ദി പറയുകയാണ്. സ്വാഗതം ആശംസിക്കുകയാണ് എൻ്റെ കർത്തവ്യം. പ്രത്യേകിച്ചും ഏറെ പ്രിയപ്പെട്ട ഒരു ദിവസം നമ്മുടെ സമൂഹത്തിലേക്ക് കുഞ്ഞുങ്ങൾ ഇറങ്ങിച്ചെല്ലുകയാണ്. അറിവിൻ്റെ അച്ഛൻ്റെ ലോകത്തേക്ക് നമ്മൾ എത്തപ്പെടുകയാണ്. നമ്മൾ ഇന്നുവരെ ലോകമെന്ന് അറിഞ്ഞിട്ടില്ലാത്ത വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ അമ്മയും അച്ഛനും മാത്രമാണ് ലോകമെന്ന് ധരിച്ചിരുന്ന ഒരു വലിയ സമൂഹ കുട്ടികൾ ഇന്ന് ലോകമെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. സമൂഹത്തിനാകെ ഒരു ഊഷ്മളമായിട്ടുള്ള ഏറ്റവും സന്തോഷം പ്രദാനം ചെയ്യുന്ന ദിവസങ്ങളിലൊന്നാണ്. അറിവിനെക്കുറിച്ചോ അറിവിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചോ ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ലോകത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നിങ്ങൾ കാണുന്ന അല്ലെങ്കിൽ ഇങ്ങനെ അനുഭവിച്ച കുഞ്ഞുങ്ങൾ കണ്ട ലോകമല്ല നമ്മുടെ ഈ ലോകം. ഈ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന അക്ഷരങ്ങൾ പഠിച്ച് മനഃപ്പാടമാക്കുന്നത് മാത്രമല്ല ലോകം. ഒരുപാട് അനുഭവങ്ങൾ പങ്കുവയ്ക്കപ്പെടാനുണ്ട്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരുപാട് വിഷയങ്ങളിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. നമ്മൾ പഠിക്കുക എന്നുള്ളത് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമാണെങ്കിലും നമ്മൾ പഠനത്തിൽ ഊന്നിയാണ് സ്കൂളുകളിൽ എത്തുന്നതെങ്കിലും അതിനപ്പുറത്തേക്കുള്ള അറിവുകൾ നമുക്ക് സ്വായത്തമാക്കേണ്ടതുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത്. കുഞ്ഞുങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെല്ലാവരും ഞങ്ങളെല്ലാവരും ഇതുവരെ അനുഭവിച്ചതിൽ ഏറ്റവും വലിയ സന്തോഷത്തിലാണ്. കുഞ്ഞുങ്ങളെല്ലാവരും പുതിയ ഉടുപ്പ് കിട്ടിയതിൻ്റെ സന്തോഷം, പുതിയ പുസ്തകങ്ങളും പുതിയ ബാഗും കിട്ടിയതിൻ്റെ സന്തോഷം അല്ലേ? ഏറ്റവും അധികം സന്തോഷ കൂട്ടുകാരെ കണ്ട് കഴിഞ്ഞ വർഷം കൂടെ പഠിച്ചവരെയൊക്കെ കണ്ട് നമുക്ക് കിട്ടിയ സമ്മാനങ്ങളൊക്കെ കാണിച്ച് സന്തോഷം അടയുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന സമയം. പക്ഷേ ഒരു കൂട്ടർക്ക് വിഷമമുണ്ട്, അതെനിക്കറിയാം. കഴിഞ്ഞ 2 മാസം വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുത്ത് ഒരുപാട് കല്യാണങ്ങൾക്കൊക്കെ പോയി ഒരുപാട് സിനിമയൊക്കെ കണ്ട് ഒരുപാട് നമ്മുടെ മാമിൻ്റെയും മാമിയുടെയൊക്കെ വീട്ടിൽ പോയി സന്തോഷമൊക്കെ പങ്കുവെച്ച് ഓടിച്ചാടി കളിച്ച് നടന്നവർക്ക് വീട്ടിൽ സമയം കുറ്റപ്പെടുത്തുകയാണ്. രാവിലെ 7 മണിക്ക് ട്യൂഷന് പോകണം, 8:30 കഴിയുമ്പോൾ സ്കൂളിലെത്തണം, 4 മണി വരെ ഇവിടെ പഠിക്കണം, അത് കഴിഞ്ഞാൽ 5:30 വരെ ട്യൂഷൻ പോകണം, അല്ലെങ്കിൽ 6 മണി വരെ ട്യൂഷൻ പോകുന്നൊരു സമയക്രമത്തിലേക്ക് നമ്മൾ എത്തപ്പെടുകയാണ്. ഈ സമയക്രമമാണ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നത്. നമ്മുടെ ജീവിതം എങ്ങനെയായി തീരണമെന്ന് ചിട്ടപ്പെടുത്തുന്നത് ഈ സമയക്രമമാണ്. ഈ